ബിഗ് ബോസ് മലയാളം സീസൺ 7 പിന്നാലെ ഏഷ്യാനെറ്റിലെ ലൈൻ കട്ട് അഭിമുഖത്തിൽ അവതാരക അഞ്ജന നമ്പ്യാർക്ക് മുൻപിൽ പരുങ്ങി അക്ബർ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ സംസാരം. അക്ബർ പറഞ്ഞ വാക്കുകൾ വെച്ചു തന്നെ അവതാരക അക്ബറിനെ കുടുക്കിയെന്നാണ് ആരാധകരുടെ പ്രതികരണങ്ങൾ വരുന്നത്. വില്ലനാവാനാണ് താല്പര്യം എന്ന് പറഞ്ഞൊരു ആളാണ് അക്ബർ എന്ന് പറഞ്ഞു തുടങ്ങിയ ചോദ്യത്തിന് അക്ബർ നൽകിയ ഉത്തരവും തുടർന്നു വന്ന ചോദ്യങ്ങളുമാണ് ഇപ്പോൾ ട്രോൾ ആവുന്നത്. ഹൗസിലെ വില്ലനാണ് എന്ന ആ പോയിന്റിലേക്ക് ഞാൻ എത്തുന്നത് സീസൺ അവസാനിക്കാറായപ്പോഴാണ്. കാരണം ഞാൻ മനസ്സിലാക്കി, ഈ പറയുന്ന സദാചാരം, ബോഡി ഷെയ്മിംഗ്, ക്യാരക്ടർ അസാസിനേഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇതൊക്കെ ചെയ്യുന്നവർക്കെതിരെ ഉറച്ചു സംസാരിച്ചാണ് ഞാൻ വില്ലനാവുന്നത്. ഇങ്ങനെയായിരുന്നു അക്ബറിന്റെ മറുപടി. ഇതോടെ അവതാരകയുടെ അടുത്ത ചോദ്യം ഇങ്ങനെ: ആരാ അവിടെ ബോഡി ഷെയ്മിംഗ് ചെയ്തത്? ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടല്ലോ, അനുമോൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ മൂക്ക് ഇങ്ങനെയാണ് എന്നൊക്കെ അനുമോൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കപട സദാചാരം പറഞ്ഞവർക്കൊക്കെ എതിരെ ഞാൻ ശക്തമായി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വില്ലനായത്. അക്ബർ ഇങ്ങനെ മറുപടി നൽകി. അങ്ങനെയാണെങ്കിൽ ആദ്യമായി ഒരാളെ ഇതുപോലെ കീറിയത് അക്ബർ അല്ലേ എന്നായി അക്ബറിന് നേരെ എത്തിയ അടുത്ത ചോദ്യം. അതേ എന്ന് അക്ബറിന് പറയേണ്ടി വന്നു. രേണുസുതിക്കെതിരെ മോർണിംഗ് ടാസ്കിൽ മോശം പേര് നൽകി എന്നത് വലിയ വിവാദമായിരുന്നു. അതിന് താൻ സോറി പറഞ്ഞിട്ടുണ്ടെന്നും എന്തിനാണ് അങ്ങനെ വിളിച്ചത് എന്ന് ഇപ്പോഴും ആലോചിക്കുമെന്നാണ് അക്ബറിന്റെ വാക്കുകൾ. അതുപോലെ ഹൗസിൽ ആദ്യമായി മോശം വാക്കു പറയുന്നതും അക്ബറാണ് എന്ന് അവതാരക ചൂണ്ടിക്കാണിച്ചു. ഏത് ചീത്ത വാക്ക് എന്നായിരുന്നു അക്ബറിന്റെ മറുചോദ്യം. അതുകൊണ്ടാണല്ലോ ലാലേട്ടൻ ഒരുപാട് വട്ടം അതിനെക്കുറിച്ച് സംസാരിച്ചത് എന്ന് അവതാരക ഓർമ്മിപ്പിച്ചു. മോശം വാക്ക് ഞാൻ ഹൗസിൽ പറഞ്ഞിട്ടുള്ളത് ഒനിയലിനെതിരെയാണ്. പിന്നെ ഞാൻ അങ്ങനെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു അക്ബറിന്റെ മറുപടി.